നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ ഒരു വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കാൻ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ അഫർമേഷൻസ് നിങ്ങൾ മുടങ്ങാതെ എഴുതുക തന്നെ ചെയ്യണം. നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ്. അത് എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് എഴുതുക. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ വേണ്ടത്, അത് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ കോളാണെങ്കിൽ, ആ ഒരു പേഴ്സൺ ഇന്ന സമയത്ത് തന്നെ വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു, ആ വ്യക്തി ഇന്ന ടൈം മുതൽ എനിക്ക് കാണാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇന്ന രീതികളിൽ ഏറ്റവും സന്തോഷകരവും സമാധാനപരവുമായിട്ട് കടന്നു പോകുന്നതിൽ ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. മനസ്സിലെ വിഷമങ്ങളെ, നെഗറ്റീവ് എനർജീനെയൊക്കെ റൈറ്റിംഗ് ഹീലിങ്ങിലൂടെ നിങ്ങൾ പുറത്ത് കളയുകയും ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മൈസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു ടെലിപ്പതി എനർജിയിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും അവർ സെപ്പറേറ്റഡ് ആയ ഓരോ നിമിഷങ്ങളും അവരിപ്പം മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കറൻറ്റ്ലി അവരുടെ എനർജി നിൽക്കുന്നത്. കൂടാതെ തന്നെ അവരുടെ ചില തീരുമാനങ്ങൾ, നിങ്ങളുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ശരിക്കും ഉറച്ച് തീരുമാനമെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു ഹാർട്ട് ബ്രോക്കൺ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, ഡിസിഷൻ എടുക്കാതെ സ്റ്റക്കായ ചില കാര്യങ്ങൾ, ഇതെല്ലാം അവർ ഒരു പെയിൻ എനർജിയോടുകൂടി, ഹാർട്ട് ബ്രോക്കൺ എനർജിയോടുകൂടി തന്നെയാണ് ചിന്തിക്കുകയും ചെയ്യുന്നത്. ശരിക്കും അവരിൽ പറ്റിയ തെറ്റ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ എൻഡിങ് ഉണ്ടാവാൻ, ഡെത്ത് സംഭവിക്കാൻ, നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഡെത്ത് എനർജിയിൽ, ഒരു ബന്ധത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും കണക്റ്റഡ് അല്ല, ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ആ ഒരു ഡെത്ത് എനർജിക്ക്, ഒരു ബന്ധത്തിൽ സംഭവിച്ച ആ ഒരു ഡെത്ത് എനർജിക്കുള്ള കാരണം ആരിൽ നിന്നാണ് എന്നുള്ളതെല്ലാം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു ഇംബാലൻസിങ് എനർജി ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരു പക്ഷേ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും അത് ഒരു അഭിപ്രായം പോലെ കണക്റ്റ് ചെയ്തിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേ ഇരുന്ന സിറ്റുവേഷൻസ്, ഇന്ന കാരണമുണ്ട്, ഇന്ന പ്രശ്നങ്ങളാണ്, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ചില നിസ്സാര കാരണങ്ങൾ തന്നെ ആയിരിക്കാം അവരൊരു ഇംബാലൻസിങ് എനർജി, അതായത് ഒരു ബന്ധത്തിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഇഷ്യൂ അവരെപ്പോഴും എടുത്ത് മുന്നിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു ബന്ധത്തിൽ ഇംബാലൻസിങ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അവരുടെ ചില തീരുമാനങ്ങൾ, അവരുടെ ചില ആക്ടിവിറ്റീസൊക്കെ അനുസരിച്ചായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരിൽ തന്നെ ആയിരുന്നു ഈ ഒരു റിലേഷൻ്റെ നന്മയും തിന്മയുമുള്ള എല്ലാ വശങ്ങളും ഉണ്ടായിരുന്നത്. അവർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. കൂടാതെ തന്നെ അവർ തന്നെയാണ് ഇതിനെ ഒരു ബാലൻസ് ഇല്ലായ്മയിലൂടെ ആക്കി തീർത്തതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ 10 ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്.
അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരുപാട് ബർഡൻ ഉണ്ട്. അവരുടെ മുന്നിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ കരിയർ മേഖലയിലൊക്കെ അവർ വല്ലാത്ത ഒരു സ്ട്രെസ് എനർജിയിലൂടെയും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും ഒരു പക്ഷേ അവരാഗ്രഹിക്കാത്ത മറ്റൊരിടത്തേക്ക് ഒരു സ്ഥാനമാറ്റം വരെ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ്, അതായത് നെഗറ്റീവാകുന്ന ചില സാഹചര്യങ്ങളാണ് കറൻറ്റ്ലി അവരുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന രീതിയിലല്ല അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ശരിക്കും അവർ നേരിടുന്ന ഈ ഒരു വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു ലോസ് എനർജി എന്തുകൊണ്ടാണ് എന്നവർ ഈ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിന് കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നു. കാരണം അവർ ഇമോഷണൽ പരമായിട്ടാണ് നിങ്ങൾക്ക് പെയിൻ നൽകിയതെങ്കിലും അവരുടെ എല്ലാ മേഖലകളിൽ അവരെവിടേക്കാണോ ഫോക്കസ് ചെയ്യുന്ന, എവിടേക്കാണോ അവരുടെ പ്രസൻസ് വേണ്ടത്, അവിടെയെല്ലാം അവർക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കറൻറ്റ്ലി വരുന്നത്. അതപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവാണ്, അവരുടെ തെറ്റിൻ്റെ തിരിച്ചറിവ്. അവർ ചെയ്ത പാപം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, എത്രത്തോളം അതിന് കാഠിന്യമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും അവർ ഇമോഷണലി കാര്യങ്ങൾ തിരിച്ചറിയുന്നു. അതായത് അവരുടെ കയ്യിൽ കിട്ടിയിരുന്ന ചില കാര്യങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി, അല്ലെങ്കിൽ കാര്യങ്ങളെ ആ ഒരു അവസ്ഥയിലേക്കാക്കി എന്നുള്ളത് അവർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മ, അതായത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷനിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. എപ്പോഴും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഫൈറ്റിങ്ങുകൾ നടത്തിയതായിട്ട് അല്ലെങ്കിൽ ശക്തമാകുന്ന പ്രോബ്ലംസുകൾ ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ മോശമാക്കി, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് തെറ്റുകൾ അവർ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്ന് കണ്ടെത്തി നിങ്ങൾക്ക് നേരെ വെല്ലുവിളികൾ നടത്തിയ സാഹചര്യങ്ങളാണ് നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങളും ഇവരും കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇവരുടെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നല്ല പവർഫുള്ളായിരുന്നു. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ് എനർജിയിലൊക്കെ ആയിരുന്നു ആ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കറൻറ്റ്ലി ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്നു, തീരുമാനിക്കുന്നു, നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു യാത്ര അവർ ശരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങളോട് പല വെട്ടവും ഇവർ നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പല സ്വപ്നങ്ങളും അവരിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ പല ആഗ്രഹങ്ങളും പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ചുള്ള അവർ മുന്നോട്ടേക്കുള്ള ഒരു ജീവിതയാത്രയെക്കുറിച്ചൊക്കെ ശരിക്കും നിങ്ങളെക്കൊണ്ട് ഒരുപാട് സ്വപ്നം കാണിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം ആ ഒരു വ്യക്തി ഡീൽ ചെയ്ത് അതിനെയെല്ലാം പ്രതിരോധിച്ച് നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനങ്ങളും അവരുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. അവർ സപ്പോർട്ട് പോലെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി അവരാ ചെയ്തതും പറഞ്ഞതും ഇതിനകത്ത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതും എല്ലാം അവർ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. ശരിക്കും ഇമോഷണലി ഇപ്പോൾ അവർ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതായത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സെപ്പറേഷനാണ്, നോ കോണ്ടാക്റ്റ് എനർജിയിലാണ്, നിങ്ങൾക്ക് മിണ്ടാനോ കണക്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല എങ്കിലും ഇവരെ സംബന്ധിച്ച് നോക്കുമ്പം ഇവർ നിങ്ങളിലേക്കും വളരെ ശക്തമായിട്ടൊരു ടെലിപ്പതി എനർജി പോലെ, ഒരു മാനിഫെസ്റ്റേഷൻ എനർജി പോലെ നിങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആകുന്നു. അതായത് ഒരുപാട് നല്ല രീതിയിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കറൻറ്റ്ലി കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് എനർജിയിലേക്ക് വരാനുള്ള എല്ലാ രീതികളും എല്ലാ എനർജികളും ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് നിങ്ങളോട് കാണിച്ച ആ ഒരു തിന്മ, നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, അവരിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വന്ന ആ ഒരു തിക്ത അനുഭവങ്ങളുടെ ഫലമെന്ന് പറയുന്നത് അവർക്ക് ശക്തമായ വീഴ്ചയാണ് സംഭവിച്ചത്. അവർ തലകുത്തനെ വീണു എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും. അവരുടെ ഒരു പുതിയ തുടക്കം, അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളെന്ന് ചിന്തിച്ചതെല്ലാം അവർക്ക് നേരെ ഓപ്പോസിറ്റായ ചില എക്സ്പീരിയൻസുകളാണ് ഉണ്ടാക്കിയത്.
അവർ ചിന്തിച്ചതൊന്നുമല്ല. ഒരു പക്ഷേ അവർ ചെയ്തിരുന്ന നിങ്ങളിൽ നിന്നും വിട്ടുപോകുകയും അവർ മറ്റൊരു സിറ്റുവേഷൻസിൽ അവർ നേരിടാൻ ശ്രമിച്ച പല കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടപ്പെട്ട പലരിൽ നിന്നും ഒരു ഗൈഡൻസ്, അരുത് എന്നുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ തടഞ്ഞ സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ, മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ അവരെടുത്ത ആക്ഷൻസുകളെല്ലാം അവർക്ക് വളരെ ശക്തമാകുന്ന നഷ്ടം, വീഴ്ച, അതുപോലെ അവരുടെ ലൈഫ് ഒരു ട്രാജഡിയിലേക്ക് തന്നെ പോയി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ തിരിച്ചു വരുന്നു. അതായത് കർമ്മഫലം അവർ അനുഭവിക്കുന്നു. അവർ ശരിക്കും തളർന്ന് കിടക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർക്കിനി ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്കുണ്ടായേ പറ്റൂ എന്നുള്ളത് അവർ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരൊരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ഒരു സൺറൈസിങ് എനർജി അവർക്കുണ്ട്. അവർക്കൊരു തെളിച്ചം വന്നിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളോട് നല്ല രീതിയിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റി വരുത്തണം എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് മറ്റെവിടെ നിന്നും അവർക്ക് ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ അവർക്ക് ഓപ്പണായിട്ട് വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഫോർ ദ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതാകുന്ന ഒരു ഭാവം തന്നെയാണ്, അവർക്കുടെ ആ ഒരു വിട്ടുവീഴ്ചയില്ലായ്മ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളെ നെഗറ്റീവാക്കി കളഞ്ഞത്. നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞത് അവരുടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനയ്ക്ക് വാല്യൂ കൊടുക്കാതെയുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ആക്ഷൻ എടുക്കുന്നു. അതായത് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു, കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലർക്കൊക്കെ ഈ ഒരു വ്യക്തി നൽകിയ വാഗ്ദാനം, ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി, ചിലരെ സംബന്ധിച്ച് വിദേശത്തേക്കോ മറ്റു ലോങ് ഡിസ്റ്റൻസിലേക്കോ ഒക്കെ ഒരുമിച്ച് മാറിപ്പോകണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമാവാം കേട്ടോ. അതൊരു ലൈഫ് സിറ്റുവേഷൻസും കരിയർ മേഖലയും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയും എല്ലാം കണക്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് അവരെന്തെങ്കിലും ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം അവർ തിരിച്ചറിയുന്നു. അതെല്ലാം അവർ ലംഘിച്ചുവെങ്കിൽ അതെല്ലാം മാറി അവർ നിങ്ങളിലേക്ക് ക്ലിയർ ആയിട്ട് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയെ വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ഹാപ്പിനെസ്സാണ്, സമാധാനവും സന്തോഷവുമാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്, നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത്, ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിയാലിറ്റി ആകുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഇമോഷണൽ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉടനെ സംഭവിക്കുമെന്നുള്ളതാണ് കാണുന്നത്. കാരണം അവരുടെ ഉറക്കം കെടുത്തുന്ന, അവർക്ക് സമാധാനമില്ലാത്ത, അവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവർ എന്തെല്ലാം പ്രശ്നങ്ങളെയാണോ നിങ്ങൾക്കൊപ്പം നിന്നപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരുന്നത്, അത് കുറച്ചും കൂടി ശക്തമായിട്ട് ഇപ്പം അവർ നേരിടേണ്ടി വരുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അതിനൊരു ശമനം, ഒരു സമാധാനം, അതിന് മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിൽ നിന്നും വിട്ടു പോന്നു കഴിഞ്ഞപ്പം ഒറ്റയ്ക്ക് ഇവരിത് നേരിടേണ്ടി വരുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശക്തമാകുന്ന പ്രതിസന്ധികളാണ്. അതായത് അവർക്കൊന്നും നേരിടാനോ ഒന്നിനും എതിരെ അതിന് പ്രതിവിധിയായിട്ട് മാർഗങ്ങൾ കണ്ടെത്താനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരിക, നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കുക. തീർച്ചയായിട്ടും കർമ്മയിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജി ക്ലിയർ ചെയ്യണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ അവരിപ്പം അകപ്പെട്ട് നിൽക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തെ ഒന്നിലധികം പ്രാവശ്യം ഇവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഒരു വാല്യൂം കൽപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. നിങ്ങൾ വല്ലാതെ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം.
ആ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റുള്ളവരുടെ വാക്കിന് നിങ്ങളെക്കാൾ പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും തിന്മകൾ ചെയ്തിരുന്നുവെങ്കിൽ അവരതിനു പ്രാധാന്യം കൊടുത്തതുമെല്ലാം അവരിപ്പോൾ കറൻറ്റ്ലി ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവർ ചെയ്യേണ്ടത്, അവർ വിശ്വസിക്കേണ്ടത് അവർക്കുടെ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കണം എന്നുള്ളത് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ എത്രത്തോളം തകർക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മാറ്റി നിർത്തപ്പെടേണ്ടി വന്നോ അതെല്ലാം അവരെ സംബന്ധിച്ച് ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയി, അല്ലെങ്കിൽ അവരൊരു ഉറച്ച തീരുമാനത്തിലല്ല നിന്നത്. അവർക്ക് തെറ്റുപറ്റി, അവരാവശ്യമില്ലാത്ത ബർഡൻ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ബർഡൻ എനർജിയിലാണ്, വല്ലാത്ത ഒരു പ്രോബ്ലംസിലാണ് അവരിപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുമ്പം ഈ ഒരു ബർഡൻ ഇറക്കി വെക്കണമെങ്കിൽ, അവർക്ക് സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക എന്നത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം തടസ്സങ്ങളാണ്, പ്രതിസന്ധികളാണ്, നഷ്ടങ്ങളാണ്, ഒറ്റപ്പെടലാണ്, അപമാനിക്കപ്പെടലാണ്, മാറ്റി നിർത്തപ്പെടലാണ്. അവർക്കൊരു വാല്യൂം ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അവർ 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും അവരിപ്പോൾ ഒരു ഫൈറ്റിംഗ് അവസ്ഥയിലാണ്, കോൺഫ്ലിക്റ്റാണ്. എപ്പോഴും അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഓരോ സിറ്റുവേഷൻസും ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫുൾ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരൊരു ട്രാവലിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഒരു ദൂരെ എങ്ങോട്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു ട്രാവലിംഗ് അവർ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഒരു വിദേശയാത്രയാവാം, അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും അവർ പോകാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ അവരിപ്പോൾ കറൻറ്റ്ലി ഒരു ട്രാവലിങ്ങിലും ആയിരിക്കാം. അതൊരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് കേട്ടോ. ജീവിതത്തിലൊരു ഉറച്ച തീരുമാനം, ഒരു തിരിച്ചു പിടിക്കൽ അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി അവർ ഏതൊക്കെ ഭാഗത്ത് അവരെവിടെയാണെങ്കിലും എവിടേക്ക് അവർ ഇൻവോൾവ് ആകുന്നുണ്ട്, അവരുടെ സമയത്തെ അവരുടെ മനസ്സിനെയൊക്കെ അവർ മാറ്റി വിടുന്നുണ്ടെങ്കിലും അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എങ്ങനെ വരാം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങളോട് എത്രത്തോളം ഒന്ന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ, നിങ്ങളുമായിട്ടുള്ള ബന്ധം എത്രത്തോളം പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും, ഇതിവരെപ്പോഴും ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ മറ്റു കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആകുമ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ സ്ട്രെസ് എനർജിയിലാണ്, പ്രശ്നങ്ങളുണ്ട്, അവർ മറ്റു മാർഗങ്ങൾ തേടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അതെപ്പോഴും അവർക്ക് ഒരു ചിന്തയായിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ജസ്റ്റിസും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അവരറിയുന്നുണ്ട്, അവർ കർമ്മ നേരിടുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് തെറ്റുപറ്റി, അവർ കർമ്മ നേരിടുന്നു, കാലം കണക്ക് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും മുന്നോട്ടേക്ക് ശ്രദ്ധിച്ചില്ല എങ്കിൽ, ജീവിതം കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ ജസ്റ്റിസ് നേരിടേണ്ടി വരും എന്നുള്ളതും, ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും നിയമപരമാകുന്ന പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഹെൽത്ത് പരമാകുന്ന ശക്തമാകുന്ന പ്രശ്നമോ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തെറ്റുപറ്റി എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ എഫോർട്ട് എടുക്കുന്നതൊക്കെ അവർക്ക് നഷ്ടമാണ് കാണുന്നത്. അവരെത്ര എഫോർട്ട് എടുത്തിട്ടും അവർക്കൊരു ക്ലാരിറ്റി വരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു നിലനിൽപ്പുണ്ടാകുന്നില്ല എന്നുള്ളതാണ് കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. എല്ലാം അവർക്ക് വരുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസാണ്. അപ്പോൾ അവരിങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താണ് മിസ്റ്റേക്ക്, എവിടെയാണ് ഇതിൻ്റെ തകരാറ്, എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതൊക്കെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.